സിനിമാ ജീവിതത്തിൽ ശോഭന ആ ദിവസം ഒരിക്കലും മറന്നിട്ടില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദാബാദിലായിരുന്നു അന്ന് ഷൂട്ടിംഗ്. ഒരു സിനിമയിലെ പാട്ടിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു അവിടെ നടന്നത്. ഒരുപാട് വസ്ത്രങ്ങൾ ചുറ്റി മൂടി പൊതിഞ്ഞു നിൽക്കുകയായിരുന്നു ശോഭന. അങ്ങനെയാണ് ആ പാട്ട് സീനിൽ അഭിനയിക്കേണ്ടത്. ധാരാളം തവണ പാട്ട് സീനിൽ വസ്ത്രം മാറേണ്ടതുണ്ട്. പക്ഷേ വസ്ത്രം മാറാൻ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് പ്രത്യേകിച്ച് സംവിധാനമുണ്ടായിരുന്നില്ല. അതിനാൽ ഒരു കാരവനിൽ കയറി വസ്ത്രം മാറാമെന്ന് കരുതി. കാരവൻ എവിടെയാണ് എന്ന് ചോദിച്ചു. പക്ഷേ അണിയറ പ്രവർത്തകരിൽ ഒരാൾ കൊടുത്ത മറുപടിയിൽ ശോഭന പിടഞ്ഞുപോയി. അന്ന് അത്ര പ്രശസ്തയൊന്നുമല്ലാതിരുന്ന ശോഭനയെ നോക്കി അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവർ മലയാള സിനിമയിൽ നിന്ന് വന്നതാണ്. അവരൊക്കെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യും. മരത്തിന് പിന്നിൽ നിന്ന് പോലും വസ്ത്രം മാറുന്നവരാണവർ. വലിയ ആൾത്തിരക്കിനിടയിലായിരുന്നു അഹമ്മദാബാദിലെ ഷൂട്ടിംഗ്. അവിടെ ഒരു മരത്തിൻ്റെ പിന്നിൽ പോയി വസ്ത്രം മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ശോഭന തരിച്ചിരുന്നു. സമീപത്ത് കിടന്ന കാരവനിൽ നിന്ന് സിനിമയിലെ നായക നടൻ ചാടി ഇറങ്ങി വരുന്നതാണ് തൊട്ടടുത്ത നിമിഷം ശോഭന കാണുന്നത്. സാക്ഷാൽ അമിതാഭ് ബച്ചൻ. ശോഭനയോട് അപമാനിച്ച് സംസാരിച്ചത് വാക്കി ടോക്കിയിലൂടെ കേട്ടിട്ടാണ് ബച്ചൻ ചാടി ഇറങ്ങിയത്. സിനിമാ യൂണിറ്റിലെ അംഗങ്ങളോട് ശോഭനയെ അപമാനിച്ച് സംസാരിച്ചതിന് ബച്ചൻ വല്ലാതെ കയർത്തു. മാത്രമല്ല, വസ്ത്രം മാറാൻ തൻ്റെ കാരവൻ ബച്ചൻ ശോഭനയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇന്നുവരെ പരിചയപ്പെട്ട താരങ്ങളിൽ അമിതാഭ് ബച്ചനോളം വിനയമുള്ള താരത്തെ കണ്ടിട്ടില്ലെന്നാണ് ശോഭന പറയുന്നത്. കഴിഞ്ഞ വർഷം കൽക്കി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ ബച്ചനോടൊന്നിച്ച് ശോഭന ഉണ്ടായിരുന്നു. അശ്വത്ഥാമാവിൻ്റെ വേഷമായിരുന്നു ബച്ചന്. വലിയ ഭാരമുള്ള കോസ്റ്റ്യൂമിട്ട് കൽക്കി സിനിമയുടെ സെറ്റിലിരിക്കുന്ന ബച്ചൻ എത്ര ചെറിയ ആർട്ടിസ്റ്റ് എത്തിയാലും എണീറ്റ് നിന്ന് അഭിവാദ്യം ചെയ്യുമായിരുന്നുവെന്നും ശോഭന ഓർക്കുന്നു. ഇൻസ്റ്റാഗ്രാം ലൈവിലാണ് ആരാധകരുമായി ശോഭന സിനിമാ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ.